ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 27 തീയതിയാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? എല്ലായിടത്തും ഓണം സെലിബ്രേഷനാണ്, അതാണോ പ്രത്യേകത? അല്ല. ഇന്ന് അമേരിക്ക 50% താരിഫ് അടിച്ചു തരാനായിട്ടുള്ള അവസാനത്തെ ഡേറ്റ് ആണ്. ഇന്ന് മുതലാണ് 50% താരിഫ് നമുക്ക് അടിച്ചു തരിക. സോ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കാരണം എന്താ? 50% താരിഫ്. നമ്മളുടെ ഒരു 18% എക്സ്പോർട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? USA സോ അത് ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് നമ്മളുടെ ഗ്ലോബൽ എക്കോണമിയിൽ, ഇന്ത്യൻ എക്കോണമിയിലും ഉണ്ടാക്കും. സോ എങ്ങനെയാണ് അതിൻ്റെ വരുംവരായികകൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സ്റ്റേണൽ മിനിസ്ട്രി ആണെങ്കിലും ദെൻ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് ആണെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ 2 ദിവസമായിട്ട് മൗനമാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കാം നമുക്കത് എന്താകും എന്നുള്ളത്. സോ ഇന്ന് വളരെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ ജപ്പാൻ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാഡ് ടോക്കുകളാണ്. അതായത് ക്വാഡിലാറ്ററൽ അലയൻസസിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജപ്പാൻ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, നമ്മളുടെ ഷാൻകായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ചൈനയിലും പോകും, അതുവഴി ജപ്പാനിലേക്കും പോകും. ഓക്കെ, സോ ഈ അവസരത്തിൽ ക്വാഡിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ക്വാഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട്? ഞാൻ ഇല്ല. കാരണം എന്താ? ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ. ഏതാണ്? ക്വാഡ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്ത്യ ഹാസ് എവരി റൈറ്റ് ടു ഡിഫെൻസ് ഇറ്റ്സ് പീപ്പിൾ അഗെയിൻസ്റ്റ് ടെറർ. സോ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ക്വാഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മളൊന്ന് റിവൈസ് ചെയ്തു പോവുകയാണ്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ക്വാഡിലാറ്ററൽ അലയൻസസ്, 4 കൺട്രീസ്. ക്വാഡിലാറ്ററൽ 4. ഓക്കെ, സോ ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഈ 4 കൺട്രീസുമാണ് ക്വാഡിലാറ്ററൽ അലയൻസിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത്. സോ ജപ്പാനിലേക്ക് പോകുമ്പോൾ ക്വാഡിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും സംസാരിക്കണം. ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരൂ. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഷിൻസോ ആബെയാണ് 2007 ഇങ്ങനെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, ഷിൻസോ ആബെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. എന്താ കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആഫ്റ്റർ മാത്ത് ഓഫ് നമ്മളുടെ ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ്. സോ ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ് ഒക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് നമ്മൾക്ക് വന്നു. ദെൻ അതുമാത്രമാണോ? ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ക്രിയേറ്റ് ചെയ്താൽ പോരെ? അതായത് UK, കാനഡ അങ്ങനെയുള്ള ഹൈ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, ഈ പസഫിക് ഓഷ്യനിൽ വന്ന് കളിക്കാനായിട്ട് എന്താ കാരണം? ചൈനയാണ് കാരണം. ഓക്കെ, സോ ഇൻഡോ പസഫിക് റീജിയനിൽ ചൈന അങ്ങടെ വളരണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്മേലാണ് ഇന്ത്യയെയും ഓസ്ട്രേലിയയെയും ജപ്പാനെയും കണക്ട് ചെയ്തുകൊണ്ട് US കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിംഗ്. ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ബോഡി ഒന്നും അല്ല, ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, സോ 2007 മുതലാണ് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത്. ദെൻ പല കാരണങ്ങൾ കൊണ്ടും ഓസ്ട്രേലിയ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ദെൻ 2017 ഒഫീഷ്യലി ക്വാഡിലാറ്ററൽ 4 പേരും കൂടി ഒഫീഷ്യൽ ക്വാഡിലാറ്ററൽ അലയൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രീ ഇൻഡോ പസഫിക്കിൽ എന്ത് ചെയ്യണം? ഫ്രീ, ഓപ്പൺ ആൻഡ് പ്രോസ്പെറസ് ഇൻഡോ പസഫിക് റീജിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വാഡിലാറ്ററൽ അലയൻസിന്റെ ലക്ഷ്യം. ദെൻ മാരിടൈം സെക്യൂരിറ്റി, പിന്നെ ഈ ഓരോ കൺട്രീസിന്റെയും ഡെമോക്രാറ്റിക് വാല്യൂസ് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ചൈനയെ കൗണ്ടർ ചെയ്യുക, നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്യമാണ്, ഇൻഡോ പസഫിക്കിൽ ഇന്ത്യ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ട് മാറാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളാണ്. ദെൻ ഓഫ് കോഴ്സ് റീജിയണൽ സ്റ്റെബിലിറ്റി. ഇതെല്ലാമാണ് ക്വാഡിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. സോ ക്വാഡിനെ നമ്മളൊന്ന് റിവൈസ് ചെയ്തു. എങ്ങനെയാണ് ക്വാഡിനെ റിവൈസ് ചെയ്തത്? എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരൊക്കെയുണ്ട്, ദെൻ എന്താണ് അവരുടെ മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ റിവൈസ് ചെയ്തു പോയി. ഓക്കെ ആണോ? സോ ക്വാഡിലാറ്ററൽ അലയൻസ് ഓക്കെ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ വേറെ എന്താണ്? നമ്മൾ സ്ട്രാറ്റജിക് റിലേഷൻ പറഞ്ഞപ്പോൾ ഇന്നലെ ക്വാഡിലാറ്ററൽ അലയൻസിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു അത് നമ്മളുടെ മലബാർ എക്സർസൈസിനെ കുറിച്ചിട്ടാണ്. ഓർക്കുന്നുണ്ടോ? മലബാർ എക്സർസൈസ്
ജിം എക്സ്, ജപ്പാൻ ഇന്ത്യ മിലിറ്ററി എക്സർസൈസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മലബാർ എക്സർസൈസ് പെർട്ടിക്കുലർലി ക്വാഡ് കൺട്രീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സർസൈസ് ആണ്. ഇന്ത്യ USA മലബാർ എക്സർസൈസ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ പേരാണ് അതിൽ ഇട്ടിരിക്കുന്നത്. ഇന്ത്യയും US-ഉമാണ്. ദെൻ ക്വാഡിലാറ്ററൽ അലയൻസ് വന്നപ്പോൾ ക്വാഡിലാറ്ററൽ എല്ലാ കൺട്രീസുമായിട്ട് നമ്മൾ മലബാർ എക്സർസൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സർസൈസ് നടത്താനായിട്ട് തുടങ്ങി. ഓക്കെ ആണോ? സോ ഇത്രയുമാണ് ക്വാഡിലാറ്ററൽ അലയൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു വർക്ക് ഫോഴ്സ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അതായത് ദ ജെൻഡർ ആംഗിൾ ടു ഇന്ത്യാസ് എക്കോണമിക് വൾണറബിലിറ്റീസ്. ഇപ്പം നമ്മളൊരു എക്കോണമിക് വൾണറബിലിറ്റിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എന്താണ്? 50% താരിഫ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെ ജെൻഡറിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ടോട്ടലി നമ്മളുടെ എക്കോണമിയെ എടുത്തിട്ട് അതിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, സോ എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സിന് മുകളിലും 60 വയസ്സിൽ താഴെയുമുള്ള ആളുകളെയാണ് നമ്മൾ ലേബർ ഫോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ജോലി ചെയ്യാൻ ഹെൽപ്പുള്ളവർ എന്ന് എക്കോണമിക്സ് അല്ലെങ്കിൽ നിയമം കണക്കാക്കുന്നത് ഈ പ്രായത്തിലുള്ളവരെയാണ്. അതിന് താഴെയുള്ളവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ദെൻ അതിന് മുകളിലുള്ളവർ 60 വയസ്സിന് മുകളിലുള്ളവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണ്. പെർട്ടിക്കുലർലി വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നമ്മളിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അർബൻ വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനും റൂറൽ വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരായിരിക്കും കൂടുതൽ? അർബൻ വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കുമോ റൂറൽ വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കുമോ കൂടുതൽ? എന്തുകൊണ്ട് കൂടുതൽ എന്നൊരു ഉത്തരം പറയാം, എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരവും കൂടി പറയണം. ഓക്കെ, ഏതായിരിക്കും കൂടുതൽ? അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ കോമൺ സെൻസ് പ്രകാരം ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ വഴി ചിന്തിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ കമ്പനീസും ഏറ്റവും കൂടുതൽ വർക്ക് കൾച്ചറും ഒക്കെ എവിടെയാണ് ഉള്ളത്? അർബനിലാണുള്ളത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്വന്തം നാടായ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഉണ്ട്. ദെൻ വലിയ വലിയ MNCs അർബൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ചെറിയ വില്ലേജിലൊന്നും വലിയ അർബൻ കൾച്ചറുകളില്ല. അപ്പം ഞാൻ എൻ്റെ ഐഡിയയെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയി? നമ്മളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അർബനിലാണ് കൂടുതൽ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് ഞാൻ കൊണ്ടുപോയി. പക്ഷേ അത് തെറ്റാണ്, അത് ആന മണ്ടത്തരമാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അത് തെറ്റാവുന്നത്? ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെർട്ടിക്കുലർലി വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂറൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അറൗണ്ട് 50%. എത്രയാണ്? അറൗണ്ട് 50% ആണ് റൂറൽ വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വരുന്നത്. ഓക്കെ, അർബൻ വുമൻസിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ അത് അറൗണ്ട് 25 to 27% ഒക്കെയാണ്. സോ വിച്ച് മീൻസ് ഒരു ഹാഫ് ടൈം കുറവാണ് റൂറലിലുള്ള വുമൻസ് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഹാഫ് ടൈം കുറവാണ് അർബനിലുള്ള വുമൻസ് വർക്ക് ചെയ്യുന്നത്. സോ എൻ്റെ കോമൺ സെൻസ് തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് എൻ്റെ കോമൺ സെൻസ് തെറ്റാനായിട്ടുള്ള കാരണം? ഇവിടെ നോക്കിയേ, റൂറൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അറൗണ്ട് 47. സോ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 50% നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. റഫായിട്ടൊരു 50% നമുക്ക് വിളിക്കാം. അർബൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എത്രയാണ്? അറൗണ്ട് 25 to 27. ഓക്കെ, സോ ഇത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. സോ അറൗണ്ട് 25 to 27% ആണ് നമ്മളുടെ അർബൻ ഫീമെയിൽ പോപ്പുലേഷൻ. സോ എന്തുകൊണ്ടാണ് റൂറലിൽ നമ്മൾ കോമൺ സെൻസ് ആയിട്ട് ആലോചിക്കുമ്പോൾ വർക്ക് കൾച്ചർ ഏറ്റവും കൂടുതലുള്ളത് അർബൻ ഏരിയയിലാണ്. ദെൻ ഒരുപാട് MNCs അർബൻ ഏരിയയിലാണുള്ളത്, ഒരുപാട് ഫ്ലാറ്റുകൾ. ദെൻ വുമൻസിന് ഏറ്റവും സൗകര്യപ്രദമായ ഇടങ്ങൾ എവിടെയാണ് ഉള്ളത്? അർബൻ ഏരിയാസിലുള്ള ഉള്ളത്. എന്നിട്ടും റൂറൽ ഏരിയയിൽ എങ്ങനെ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടി? ഇറ്റ് ഈസ് കോൾഡ് ദ ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഞാൻ മുന്നേ ഒരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇന്ത്യയിലെ വില്ലേജുകളിൽ നിന്ന് ആണുങ്ങൾ, പുരുഷന്മാർ ജോലി തേടി മൈഗ്രൻ്റ് ലേബറേഴ്സ് ആയിട്ട് പല സംസ്ഥാനങ്ങളിലേക്കും പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കൃഷി എങ്ങനെയാണ്? സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണല്ലോ ഇന്ത്യയിൽ. സോ
കൃഷി ആര് നോക്കി നടത്താനായിട്ട് തുടങ്ങി? വുമൺസ് നോക്കി നടത്താനായിട്ട് തുടങ്ങി. അവരെന്ത് ചെയ്തു? വെറുതെ അരി മാത്രം അല്ലെങ്കിൽ ഗോതമ്പ് മാത്രം ഉൽപ്പാദിപ്പിച്ചാണോ പോയേ? അല്ല, അവർ ഡൊമസ്റ്റിക്കേഷനും കൂടി ചെയ്തു. സോ അഗ്രികൾച്ചർ കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയി വുമൺസ് വന്നു കഴിഞ്ഞപ്പോൾ. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വുമൺസ് അഗ്രികൾച്ചർ മേഖലയിലും അലീഡ് സർവീസസ് മേഖലയിലും റൂറൽ ഏരിയയിൽ പണിയെടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അത് മാത്രമല്ല ഈ MSME സെക്ടേഴ്സ്, നമ്മളുടെ മൈക്രോ മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസസുകളുടെ സെക്ടേഴ്സ് എല്ലാം ഈ റൂറൽ ഏരിയയിൽ കുറച്ചും കൂടി പ്രമാദമായിട്ട് വളർന്നു. കുടുംബശ്രീ പോലെയുള്ള സംഭവങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഈ റൂറൽ ഏരിയ കേന്ദ്രീകരിച്ച് വളർന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അർബൻ കേന്ദ്രീകരിച്ച് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ റൂറൽ ഏരിയ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ, ഒരു വാർഡിൽ ഒരു 5-6 ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അർബനിൽ ഇല്ല. കാരണം എന്താണ്? അവർ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നവരാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് റൂറൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടാനായിട്ടുള്ള ഒരു കാരണം. സോ ഇന്ത്യയുടെ ടോട്ടൽ ഓവറോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 37% to 41%. ഓക്കെ, സോ അറൌണ്ട് 37% ആണ് നമ്മളുടെ ഓവറോൾ അല്ലെങ്കിൽ ആവറേജ് ഫീമെയിൽ. അപ്പോൾ അർബനിലും റൂറലിലും കൂടി കൂട്ടിയിട്ട് ആവറേജ് പറയുന്നത് എത്രയാണ്? 37% ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇതൊരു ചോദ്യമാകാനായിട്ട് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. കാരണം നോർമലി ലോജിക്കുള്ള ഒരാൾ ചിന്തിക്കുന്നത് അർബനിലായിരിക്കും കൂടുതൽ എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ അർബൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ഈസ് ഔട്ട്നംബേർഡ് ദ റൂറൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. സോ തെറ്റാണോ? തീർച്ചയായിട്ടും തെറ്റാണ്. അത് ഔട്ട് നമ്പർ ഒന്നും ചെയ്തിട്ടില്ല. കാരണം റൂറലിനേക്കാളും കുറവാണ് അർബൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. ഓക്കെ, സോ അപ്പോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഫീമെയിലിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയല്ലോ. ദെൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മൾ ആർട്ടിക്കിളിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, ബേസ് ബിൽഡ് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, സോ ആർട്ടിക്കിളിലേക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം? ഏജ് ഒരു ഫാക്ടറാണ്. ഓക്കെ, ഏജ് ഒരു ഫാക്ടറാണ്. മാരേജ് ഒരു ഫാക്ടറാണ്. കല്യാണം കഴിയുന്നത് വരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്നത് നമ്മളുടെ മലയാളം ഇൻഡസ്ട്രീസിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് മാത്രം സിനിമ നിർത്തിപ്പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ മാരേജ് ഒരു ഫാക്ടറാണ്. ദെൻ പാരൻറ്ഹുഡ് വലിയൊരു ഫാക്ടറാണ്. ഞാൻ നമ്മുടെ അക്കാഡമിയിലേക്ക് ടീച്ചേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു, ദെൻ കുട്ടികളൊന്ന് വലുതായതിനു ശേഷം വീണ്ടും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പാരൻറ്ഹുഡ് വലിയൊരു ക്രൈസിസ് ആണ്, അല്ലെങ്കിൽ പാരൻറ്ഹുഡ് വലിയൊരു ഫാക്ടറാണ്, ക്രൈസിസ് അല്ല ഫാക്ടറാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട്. ദെൻ എന്തൊക്കെ ബാരിയേഴ്സ് ആണ് വുമൻസിന്റെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ ഉണ്ടാവുന്ന കാരണങ്ങൾ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, സേഫ്റ്റി കൺസേൺസ് ആണ്, വർക്ക് പ്ലേസ് ഹറാസ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോഷ് ആക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെയൊക്കെ നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലും അല്ലെങ്കിൽ ആളുകൾ കൂടിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പോഷ് ആക്ടിന്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. പ്രിവെൻഷൻ ഓഫ് വുമൻസ് ഫ്രം സെക്ഷുവൽ ഹറാസ്മെന്റ്സ് ഇൻ വർക്ക് പ്ലേസ്. ഓക്കെ, സോ അങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെയൊക്കെ പോസ്റ്റേഴ്സ്. സോ സേഫ്റ്റി കൺസേൺസ് ആണ് ഒന്നാമത്തെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമല്ല, ഒരു കാരണങ്ങളിലുണ്ട്. ദെൻ ഡബിൾ ബർഡൻ ആണ്. എന്താണ്? വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഭർത്താവ് കാലും നീട്ടി ഉമ്മറത്ത് വന്നിരുന്നിട്ട് പറയും ചായ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. സോ വുമൺ എന്ത് ചെയ്യണം? വീട്ടിലെ പണിയും നോക്കണം, തൊഴിലിടത്തിലെ പണികളും നോക്കണം. സോ ഡബിൾ ബർഡൻ ആണ് വുമൺസിന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ഒരു ഫാക്ടറാണ്. കണ്ടിന്യൂ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടാതെ വരുന്നത് ഒരു ഫാക്ടറാണ്. ദെൻ ഡിജിറ്റൽ ഡിവൈഡ്, അതായത് സ്കിൽ ബേസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മളുടെ എംപ്ലോയ്മെന്റ് മാറുമ്പോൾ ആ സ്കിൽസ് വുമൺസിന് ഉണ്ടാവില്ല. സോ അത് കാരണം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റുകളുണ്ട്. ഓക്കെ, സോ നമ്മളുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പറയുന്നത് പ്രകാരം എന്താണ്? 33% ഓഫ് ഇന്ത്യൻ വുമൺസ് മാത്രമേ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അത് ഒരു ഹ്യൂജ് പ്രോബ്ലമാണ്. ദെൻ സോഷ്യൽ പ്രൊട്ടക്ഷനുകളാണ്. ദെൻ ലൈക്ക് അൺഓർഗനൈസ്ഡ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുക, ദെൻ പെൻഷനുകൾ ഇല്ലാതിരിക്കുക, ദെൻ കൃത്യമായിട്ട് വരുമാനം കിട്ടുന്ന സന്ദർഭങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുക. ദെൻ ഹൗസ് ഹോൾഡ് ഇൻകം ആണ് അടുത്ത ഒരു കാര്യം.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്, വുമൻസിന് ജോലി ചെയ്യാനായിട്ടുള്ള ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നമ്മളുടെ ആർട്ടിക്കിളിലേക്ക് വരുന്നു. ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ പറയുന്നത് നമ്മളുടെ US താരിഫ് അടിച്ചു തരുമല്ലോ 27-ാം തീയതി. ഇന്ന് മുതൽ കയറ്റി അയക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും താരിഫ് ഉണ്ടല്ലോ, താരിഫ് ഉണ്ട്. ഓക്കെ, സോ ഈ താരിഫ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? ടെക്സ്റ്റൈൽ സെക്ടേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ്, ദെൻ അങ്ങനെ ഡിഫറൻറ്റ് സെക്ടേഴ്സ് ആണ്. ജെംസ്, ലെതേഴ്സ്, ഫുഡ് വെയേഴ്സ്, ഇങ്ങനെയുള്ള സെക്ടേഴ്സിനെയാണ് മേജർലി അഫക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വുമൺ സെൻട്രിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ്, ദെൻ ലെതേഴ്സ്, അങ്ങനെയുള്ള ഏരിയാസിലൊക്കെയാണ് വുമൺ സെൻട്രിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉള്ളത്. സോ ഇത് ഹ്യൂജ്ലി ആരെ അഫക്ട് ചെയ്യും? വുമൺസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വുമൺസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻറ്റിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്, വിച്ച് മീൻസ് നമ്മളുടെ യൂത്ത് എന്ന് പറയുന്നത് എവിടെയും ഇല്ലാത്തൊരു തരം യൂത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായിട്ടുള്ള യൂത്ത് എന്നല്ല, അതായത് നമുക്ക് ഒരുപാട് യങ് പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ ഡിവിഡൻറ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അതിനെയാണ് ഡെമോഗ്രഫിക് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇത്രയും യൂത്ത് പോപ്പുലേഷൻ ഹൈ ആയി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി പ്രഖ്യാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഒരു 60 to 70% എത്തിയില്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും. 2 എക്സാമ്പിളുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഇറ്റലിയും 2 ഗ്രീസുമാണ്. സോ ഇറ്റലിയുടെയും ഗ്രീസിന്റെയും ഒരു സുവർണ കാലഘട്ടങ്ങളിൽ അവരെന്ത് ചെയ്തു? ലോ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ആയിരുന്നു. അവർ വലിയ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ ഗ്രോത്ത് സ്റ്റാഗ്നന്റ് ആയി പോയി. ഓക്കെ, സോ 2 ഗ്ലോബൽ എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. എന്തിന്റെ കാര്യത്തിൽ? നമ്മളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ വുമൻസിന്റെ കാര്യത്തിൽ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നന്റ് ഗ്രോത്തിലേക്ക് പോകും എന്ന് പറയുന്ന 2 എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. ദെൻ പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത 1-2 എക്സാമ്പിളുകൾ പറയാം. ഒന്ന് USA ആണ്. USA എന്ത് ചെയ്തു? വേൾഡ് വാർ 2 ശേഷം എല്ലാ വുമൻസിനും ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഈക്വൽ പേ ആൻഡ് ചൈൽഡ് കെയർസും അവർ അഷ്യൂർ ചെയ്തു. കാരണം എന്താണ്? വേൾഡ് വാറിന് ശേഷം പണിയെടുക്കാൻ ആളെ കിട്ടാതെയായി. കാരണം വേൾഡ് വാറിൽ പോയ ഒരുപാട് പേര് മരിച്ചു. സോ സ്ത്രീകളെ അവർക്ക് ഇറക്കേണ്ടി വന്നു. അവർക്ക് എന്ത് കൊടുത്തു? നമ്മൾ ഈക്വൽ പേ ഞങ്ങൾ തരാം, ദെൻ നിങ്ങളുടെ ചൈൽഡ് കെയേഴ്സിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷനും തരാമെന്ന് ഏൽപ്പിച്ചു. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്തു. അത് കാരണം അവരുടെ എക്കോണമിയും ഇൻക്രീസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ചൈനയാണ്. ചൈനയുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ അറൗണ്ട് 60% ആണ്. ഇന്ത്യയുടെ 37%ലാണ് നിൽക്കുന്നത്. അതിലും ഈ 37% എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൽ എന്താണ്? റൂറൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആണ്, വിച്ച് മീൻസ് ഇൻ അഗ്രികൾച്ചറിലുള്ള വർക്ക് ഫോഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടിയിട്ടാണ് നമ്മൾ ആവറേജിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആക്ച്വലി നമ്മളുടെ അർബൻ പോപ്പുലേഷന്റെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എത്രയാണ്? 25% മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ മാനുഫാക്ചറിങ് സെക്ടർ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. സോ അതുകൊണ്ട് നമ്മൾ എടുക്കാതിരിക്കുകയാണ്. നമ്മൾക്കൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണിക്കണമല്ലോ. സോ അതുകൊണ്ടാണ്. സോ 37%ലാണ് ഇന്ത്യ നിൽക്കുന്നത്, 60%ലാണ് ചൈന നിൽക്കുന്നത്. ഇന്ത്യയുടെ കൗണ്ടർ പാർട്ട് ചൈനയെ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, മലത്തി അടിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ റേഷ്യോ, ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എവിടെയാണ് നിൽക്കുന്നത്? 37 മാത്രമാണ് നിൽക്കുന്നത്. അതൊരു പ്രോബ്ലമാണ്. ദെൻ 63 ഉണ്ടായിരുന്ന ജപ്പാന്റെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 70 ഉയർന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു 10% ഗ്രോത്ത്, ഏകദേശം 7% ഗ്രോത്ത് കാരണം GDP പെർ ക്യാപിറ്റ GDPയിൽ 4% വർധന വന്നു. ഓക്കെ, സോ ജപ്പാന്റെ കേസ് നമ്മൾ പറഞ്ഞു, ചൈനയുടെ കേസ് പറഞ്ഞു, USA കേസ് പറഞ്ഞു. ദെൻ ഇറാൻ അല്ല, ഗ്രീസ് ആൻഡ് ഇറ്റലി. ഇറാൻ അല്ല കേട്ടോ, ഗ്രീസ് ആൻഡ് ഇറ്റലി. അവർ രണ്ടുപേരും ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ യൂസ് ചെയ്യാത്തവരായിരുന്നു അവരുടെ പ്രൈം കാലഘട്ടത്തിൽ. അതുകൊണ്ട് അവർ സ്റ്റാഗ്നന്റ് ഗ്രോത്തിലേക്ക് പോയി. ഓക്കെ, സോ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉറപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഓക്കെ, ഉറപ്പിച്ചേ മതിയാകത്തുള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയാണ്? ബാരിയേഴ്സിൽ ഓരോന്നിലും നമ്മൾ നിയമങ്ങൾ ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ്? പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ കർണാടക ശക്തി സ്കീം,
വുമൻസിന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരം കൊടുത്തു. ബസ്സുകളിൽ വുമൻസിന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അത് പ്രകാരം 40% ഈ പെർട്ടിക്കുലർ കോൺഗ്രസ് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സോ അത്രയും പൊളിറ്റിക്സിലേക്കൊന്നും നമ്മൾ പോകണ്ട. കർണാടകയുടെ ശക്തി സ്കീം എന്ന് പറയുന്നത് 40% എന്ത് കൊടുത്തു, നമ്മളുടെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ റൈഡർഷിപ്പ്, ഫീമെയിലിൻ്റെ റൈഡർഷിപ്പ് 40% ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായി. ഓക്കെ, ദെൻ രാജസ്ഥാൻ്റെ ഒരു കേസ് ഉണ്ട്. രാജസ്ഥാന്റെ ഇന്ദിരാ ഗാന്ധി അർബൻ എംപ്ലോയ്മെന്റ്, നമ്മളുടെ MG നരേഗ പോലെ അർബൻ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന രാജസ്ഥാന്റെ ഒരു പെർട്ടിക്കുലർ സ്കീം ഉണ്ട്. കേരളത്തിനും ആ ഒരു സ്കീം ഉണ്ട്, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് സ്കീം പ്രോഗ്രാം, അല്ലെങ്കിൽ അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അയ്യങ്കാളിയുടെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ രാജസ്ഥാന്റെ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള സ്കീം ഇട്ടു. സോ അത് പ്രകാരം അർബൻ പോപ്പുലേഷനിലുള്ള ലേബർ ഫോഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ദെൻ മൈക്രോ, മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസുകൾ കുറച്ചും കൂടി വിപുലീകരിച്ചു. ദെൻ ഇവിടെ പറഞ്ഞു പോകുന്ന മറ്റ് 1-2 കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോ ഇന്റർനെറ്റ് കണക്ഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ജിഗ് എക്കോണമിയാണ്. എന്താണ് ജിഗ് എക്കോണമി? ജിഗ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സിലല്ല, അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി ഓടുന്നത്. നിങ്ങൾ സ്വിഗ്ഗി ഓടുന്നവരെയും സൊമാറ്റോ ഓടുന്നവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അവിടെ കൂടുതലാണ്. ഓക്കെ, കാരണം എന്താ? അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ അവരുടെ കൊച്ചിനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. സോ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് ലീവ് എടുക്കാനായിട്ട് പറ്റണം. ദെൻ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് കൂടുതൽ സമയമുള്ളപ്പോൾ വർക്ക് ചെയ്യണം. സോ എന്താണ് അവിടെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഫ്രീലാൻസർ, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ജിഗ് എക്കോണമീസ് കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യയിൽ ജിഗ് എക്കോണമീസ് വളരെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്താണ്? ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ജിഗ് എക്കോണമിക് പോളിസി ഇന്ത്യയിലില്ല. സോ അതുകൊണ്ട് പല ചൂഷണങ്ങളും ഇവർ നേരിടുന്നുണ്ട്. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ വർക്ക് കൾച്ചർ ആർക്ക് കൊടുക്കണം? വുമൻസിന് കൊടുക്കണം. ഒരു ദിവസം മറ്റൊരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വർക്ക് ഫ്രം ഹോമിന്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്നവർ ആരാണ്? വുമൻസ് ആണ്. ഓക്കെ, വർക്ക് ഫ്രം ഹോം 2 ദിവസം വർക്ക് ഫ്രം ഹോം ആക്കണം എന്നൊരു നിർദ്ദേശമൊക്കെ നമ്മൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സോ വർക്ക് ഫ്രം ഹോം ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആരാണ്? വുമൻസ് ആണ്. സോ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വുമൻസിന് കൊടുക്കണം. ജിഗ് എക്കോണമി സ്ട്രോങ് ആക്കണം. ലേബർ കോഡുകൾ സ്ട്രോങ് ആക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോമുകൾ സ്ട്രോങ് ആവുകയുള്ളൂ എന്നുകൂടിയാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ചില കോൺഗ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്കീമുകളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ എഴുത്തുകാരൻ്റെ ഒരു രാഷ്ട്രീയം കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. സോ അതുമാത്രമല്ല, കോൺഗ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പല സ്കീമുകളും വുമൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. ഈ ആർട്ടിക്കിൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ഫോട്ടോ വെച്ചിട്ട് തന്നെ അന്നപൂർണ ദേവിയുടെ മുന്നത്തെ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിയൻ മിനിസ്റ്റർ ഫോർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. മുന്നേ ഒരു ആർട്ടിക്കിളും മാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പുതിയൊരു ആർട്ടിക്കിൾ വന്നിരിക്കുകയാണ്, ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കാര്യം. ഇവിടെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ്? പോഷൻ ബി, പഠായി ബി സ്കീമിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഞാൻ ഈ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ നമുക്കതൊന്ന് റിവൈസ് ചെയ്ത് പോകും. പോഷൻ ബി, പഠായി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്ററിയുടെ കീഴിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പോഷൻ ബി, പഠായി ബി, അതായത് അംഗനവാടികൾ പോഷകാഹാരം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാക്കി മാറ്റുകയാണ്. അവിടെ എന്ത് ചെയ്യും? പഠായി, അല്ലെങ്കിൽ പഠിത്തം കൂടി നമ്മൾ നടത്തുന്നു. സോ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി 2013 പ്രകാരം നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. കൺസെപ്ഷൻ സ്റ്റേജിലിരിക്കുന്ന ഒരു ശിശുവിനെ, ഭ്രൂണ സ്റ്റേജിലിരിക്കുന്ന ശിശു മുതൽ ജനിക്കുന്ന ടൈം വരെ ഫസ്റ്റ് സ്റ്റേജ്.
ദെൻ ജനന സമയം മുതൽ 3 വയസ്സ് വരെ സെക്കൻഡ് സ്റ്റേജ്, ദെൻ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ തേർഡ് സ്റ്റേജ്. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദെൻ പോഷൻ ബി പഠായി ബി സ്കീം പ്രകാരം നമ്മൾ അംഗനവാടീസിലെ ആയമാര്, ടീച്ചർമാര്, നമ്മളുടെ വർക്കേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, ഇവർക്കെല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? കൃത്യമായിട്ടുള്ള കരിക്കുലം എങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് പ്രകാരം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. സോ ഇത് പ്രകാരം നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഇന്നൊരു പേര് വിളിച്ചായിരുന്നു? നവചേതന സ്കീം ആൻഡ് ആധാരശില സ്കീം. ഓക്കെ, ടു ഗൈഡ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ദ മിനിസ്ട്രി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആധാരശില. കണ്ടോ, ആധാരശില നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പത്രത്തിൽ വന്നു. ആധാരശില, നാഷണൽ കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. സോ നാഷണൽ കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. എത്ര വയസ്സ് മുതൽ? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളവർക്ക് ആധാരശില എന്ന് പറഞ്ഞത്. ദെൻ നവചേതന സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമും ഉണ്ട്. അതെ, ഇവിടെ നോക്കിയേ, നവചേതന സ്കീം. അതിനെന്താ? നാഷണൽ ഫ്രെയിം വർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ. സോ ഇവിടെ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ ആണ്. സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിപ്പിക്കുകയൊന്നുമില്ല, അവർക്ക് പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. 0 മുതൽ 3 വയസ്സ് വരെ. അതിനെന്ത് വിളിക്കും നമ്മൾ? നവചേതന സ്കീം എന്ന് വിളിക്കും. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളവർക്ക് എന്താ വിളിക്കുന്നത്? ആധാരശില സ്കീം. ഓക്കെ, അതിനെന്താണ്? നാഷണൽ കരിക്കുലമാണ്. ഇവിടെ സ്റ്റിമുലേഷൻസ് ഇത് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ രണ്ടും ക്ലിയർ ആയല്ലോ. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോഷൻ ബി പഠായി ബി സ്കീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കീം തന്നെയാണ്. ഓക്കെ, സോ റിവൈസ് ചെയ്ത് പോവുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ. കുറച്ച് നാളുകളായിട്ട് ഇതിങ്ങനെ ന്യൂസിൽ വരികയാണ്. നമ്മളുടെ യമുന നദി ഡേഞ്ചർ മാർക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിൽ ഡേഞ്ചർ മാർക്ക് ക്രോസ് ചെയ്തു. ദെൻ ഇപ്പുറത്ത് നമ്മളുടെ ഹരിയാനയിൽ ഡേഞ്ചർ മാർക്ക് ക്രോസ് ചെയ്തു. ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മാസത്തോളമായി ഇത് ന്യൂസിൽ വരുന്നത്. ഒരു 10-15 ദിവസമെങ്കിലുമായി ഇത് ന്യൂസിൽ വരാൻ തുടങ്ങിയിട്ട്. ഓക്കെ, സോ നമുക്ക് യമുന നദിയെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഗോദാവരി നദിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഗോദാവരി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എവിടെ ചെന്ന് ചേരും? നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ, ആന്ധ്രാപ്രദേശിലൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യും. യമുനയിലട്ടോ, നമ്മളുടെ ഗോദാവരി നദി, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. ഓർക്കുന്നുണ്ടോ? ഏത് പ്രൊജക്ട് വന്നപ്പോഴാണ് നമ്മൾ ഗോദാവരിനെ കുറിച്ച് പറഞ്ഞത്? അത് ഓർക്കുന്നുണ്ടോ? നോക്കട്ടെ. മറന്നുപോയി കാണും, നിങ്ങൾ പലരും മറന്നുപോയി കാണും. കാരണം ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട് ഉള്ളിലേക്ക്. നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല പഠിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ പൊളിറ്റി പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. സോ മറന്നു പോകുന്നത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ നോക്കരുത്. പക്ഷേ റിവൈസ് ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, 100 കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളല്ല വിജയിക്കുന്നത്. ഒരു കാര്യം 100 പ്രാവശ്യം പഠിച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. സോ ഗോദാവരിയെ കുറിച്ച് മറന്നുപോയവർ ഗോദാവരിയെ കുറിച്ച് ഒന്ന് ഓർത്തേ. ഗോദാവരി എന്ന് പറഞ്ഞാൽ നാസിക്കിൽ നിന്ന് തുടങ്ങി നമ്മളുടെ ആന്ധ്രാപ്രദേശിൽ വന്ന് ചേരുന്ന നദിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കൈവരികൾ ഏതൊക്കെയാണ്? ഓക്കെ, ഈ മാപ്പ് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു നമ്മളുടെ പ്രണഹിത എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. നമ്മളുടെ വൈൻഗംഗ അല്ലെങ്കിൽ വാണിഗംഗയും പെൺഗംഗയും ചേർന്നൊഴുകുന്ന, വാർധയും ചേർന്നൊഴുകുന്ന പ്രഹനിത എന്ന് പറയുന്ന നദിയുടെ കോൺഫ്ലുവൻസിലാണ് നമ്മളുടെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് നമ്മൾ കീപ്പ് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്. ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തും, തട്ടുകളായി ഉയർത്തിയിട്ട് വെള്ളം ഡൈവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, തുമ്മിഡിഹെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മളുടെ തെലങ്കാന ഗവൺമെന്റിന്റെ പാട്ടാണ്. തുമ്മിഡിഹെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ പ്രണഹിത നദിയുടെ കോൺഫ്ലുവൻസിലായിരുന്നു. ദെൻ അത് മാറ്റിയിട്ട് പിന്നീട് ഗോദാവരി നദിയുടെ തീരത്തേക്ക് ആ ഒരു പ്രൊജക്റ്റ് മാറ്റി പ്ലാൻ ചെയ്തു. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി വന്നപ്പോഴാണ് നമ്മൾ ഗോദാവരിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. സോ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എവിടെ ചേരുന്നു? ആന്ധ്രാപ്രദേശിൽ വന്ന് ചേരുന്ന നദിയാണ്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിൽ വന്ന് ചേരുന്ന നദിയാണ് ഗോദാവരി എന്ന് പറയുന്ന നദി. പ്രധാനപ്പെട്ട കൈവഴികൾ പ്രണഹിതയെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് വൈൻഗംഗ അല്ലെങ്കിൽ വാണിഗംഗ. ദെൻ ഏതാണ്?
പെൺഗംഗ, വാർധ, ഇന്ദ്രാവതി, ദെൻ ശബരി, സലേരു, ദെൻ മഞ്ജിറ. ഒരു മാപ്പും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ദെൻ മനേർ, മഞ്ജിറ എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ട്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് കൂടി ഉണ്ട്. ഓക്കെ, സോ ഗോദാവരി ഒന്ന് ഓർത്തല്ലോ. ഇനി നമ്മൾ യമുനയിലേക്ക് പോവുകയാണ്. ഓക്കെ, യമുനയിലേക്ക് പോവുകയാണ്. യമുനയെ കുറിച്ചിട്ട് നമ്മൾക്ക് എന്തറിയാം? നമ്മൾ എവിടെയാണ് യമുനയെ കേട്ടിരിക്കുന്നത്? ബേസിക് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നമുക്ക് ബിൽഡ് ചെയ്ത് പോകാം. നമ്മൾ താജ്മഹാളിന്റെ ഫ്രണ്ടിൽ കൂടി ഒഴുകുന്ന നദി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ഡൽഹിയിലൂടെ ഒഴുകുന്ന നദി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ നമ്മൾ അതിന്റെ ഒരു മാപ്പ് നമ്മളുടെ മനസ്സിൽ, നമ്മൾ ഒറിജിനൽ മാപ്പ് കാണുന്നതിന് മുന്നേ നമ്മളൊന്ന് കീപ്പ് ചെയ്യുകയാണ്. നമ്മളുടെ ഡൽഹി റീജിയനിലേക്ക് കൂടി പോകുന്നു. അപ്പോൾ ഡൽഹി റീജിയനിലേക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എങ്ങടേക്കും കൂടി പോകും? നമ്മളുടെ UP, ഹരിയാന ബെൽറ്റുകളിലേക്ക് പോകും. ഓക്കെ, സോ യമുന നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. യമുനോത്രി ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഉത്തരാക്ഷി ഡിസ്ട്രിക്റ്റിലെ നമ്മളുടെ ഇടക്കിടക്ക് ഗ്ലേഷ്യർ അറ്റാക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഗ്ലോഫ് അറ്റാക്കുകൾ നടക്കുന്ന, ദെൻ ഫ്ലഡുകൾ നടക്കുന്ന ഏരിയയാണ് ഉത്തരാക്ഷി ഡിസ്ട്രിക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ആരൊഴുകുന്നത്? നമ്മളുടെ യമുന നദി ഒഴുകുന്നത്. ഓക്കെ, ഈ മഞ്ഞ വരെയാണ് യമുന, ഈ കടുപ്പമുള്ള നീല വരെയാണ് നമ്മളുടെ ഗംഗാ നദി. ദെൻ യമുന നദി ഉത്തരാഖണ്ഡിൽ നിന്ന് കൂടി കടന്നിട്ട് എങ്ങടേക്ക് പോകും? ഡൽഹിയിലേക്ക് പോയി നമ്മളുടെ ഉത്തർപ്രദേശിലേക്ക് കടന്നിട്ട് അലഹബാദ് എന്ന് പറയുന്ന റീജിയണിൽ, എവിടെയാണ് അലഹബാദ് എന്ന് പറയുന്ന റീജിയണിൽ എവിടെ ചെന്ന് ചേരും? നമ്മളുടെ ഗംഗയിൽ ചെന്ന് ചേരും. സോ യമുന നദി ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. സോ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിക്കും. ഉത്തരാഖണ്ഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ എത്തും? നമ്മളുടെ ഡൽഹി റീജിയൻ എത്തും, ഡൽഹി ഹരിയാന റീജിയൻ എത്തും. ദെൻ അവിടെ നിന്ന് ആരിലേക്ക് പോകും? അവിടെ നിന്ന് നമ്മളുടെ ഉത്തർപ്രദേശിലേക്ക് പോകും. ദെൻ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹിമാചൽ പ്രദേശ് കൂടി ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നമ്മളുടെ യമുന നദി പോകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ യമുന നദി ഒഴുകുന്ന 4 ഡിസ്ട്രിക്റ്റുകളുടെ പേര് പറഞ്ഞേ. 4 ഡിസ്ട്രിക്റ്റ് അല്ല, 4 സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞേ. നമ്മളുടെ ഉത്തരാക്ഷി ഡിസ്ട്രിക്റ്റ് വരുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനം, ദെൻ ഹരിയാന, ദെൻ ഹിമാചൽ പ്രദേശ്, ദെൻ ആരാണ്? നമ്മളുടെ ഉത്തർപ്രദേശ് റീജിയൻ. സോ ഉത്തർപ്രദേശിൽ എവിടെ വരുമ്പോഴാണ് നമ്മളുടെ ഗംഗയുമായിട്ട് ചേരുന്നത്? ത്രിവേണി സംഗമ ഭൂമി, അതായത് പ്രയാഗരാജ്. പഴയ പേരെന്താണ്? അലഹബാദ്. അലഹബാദ് ഹൈക്കോടതി കേട്ടിട്ടുണ്ടോ? അലഹബാദ് ഹൈക്കോടതി. സോ അലഹബാദ് എന്ന് പറയുന്ന, പ്രയാഗരാജ് എന്ന് പറയുന്ന പുതിയ പേരുള്ള പട്ടണത്തിലാണ് ഈ ത്രിവേണി സംഗമം നടക്കുന്നത്. മനസ്സിലായോ? സോ ഇവിടെ നോക്കി, നമ്മളുടെ ഉത്തരാക്ഷി ഡിസ്ട്രിക്റ്റിൽ നിന്ന്, ഉത്തരാഖണ്ഡിലെ ഉത്തരാക്ഷി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഗംഗോത്രി, നമ്മുടെ യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദെൻ നമ്മളുടെ ഗംഗയിൽ ചെന്ന് ചേരുന്നു. സോ ബേ ഓഫ് ബംഗാളിൽ ചേരുന്നുണ്ടോ? ഇല്ല, ഗംഗയിലാണ് ചെന്ന് ചേരുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട 1-2 കൈവഴികളെ അല്ലെങ്കിൽ ട്രിബ്യൂട്ടറിനെ നമുക്കിവിടെ പഠിച്ചു പോകണം. ഒന്നെന്ന് പറയുന്നത് ടോൺസ് റിവർ ആണ്. എന്താണ്? ടോൺസ് റിവർ. ടോൺസ് റിവർ ആണ് ലോങ്സ്റ്റ് കൈവഴി അല്ലെങ്കിൽ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി, അതായത് നീളം കൂടിയ ട്രിബ്യൂട്ടറി. ഏറ്റവും വെള്ളം കൊണ്ടുവരുന്നതെന്നല്ല, ഏറ്റവും നീളം കൂടിയ കൈവഴി എന്ന് പറയുന്നത് ഈ ടോൺസ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ലൊക്കേഷൻ പഠിച്ചു. നമുക്ക് ലൊക്കേഷൻ മനസ്സിലായി. യമുനോത്രി ഗ്ലേഷ്യർ, ഗംഗോത്രി അല്ല, യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്ന് എങ്ങടേക്ക് പോകും? പ്രയാഗ്രാജ് വരെയാണ് ഇത് എത്തി നിൽക്കുന്നത്. ഓക്കെ, അതിനിടയിൽ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു. 4 സംസ്ഥാനം, പിന്നെ ഡൽഹിയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ദെൻ ടോൺസ് ആണ് ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് നമ്മൾ പഠിച്ചു. ദെൻ പ്രധാനപ്പെട്ട കുറച്ച് ട്രിബ്യൂട്ടറികളുണ്ട്. ഒന്ന് ബനസ് റിവർ. ഇങ്ങോട്ടാണ് ബനസ് റിവർ. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചമ്പൽ നദിയാണ്. ഏതാണ്? ചമ്പൽ നദി. ഈ ബനസ് റിവറിനെ എന്താണ് റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഡയറക്ട്ലി ബനസ് റിവർ യമുനയിലേക്ക് ചേരുകയല്ല, ചമ്പലിലേക്ക് ചേരുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ചമ്പലിനെ പറയാം. ചമ്പൽ റിവർ ആണ് ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി. ദെൻ സിന്ധ് റിവർ ഉണ്ട്. ഏതാണ്? സിന്ധ്. ദെൻ വേറെ ഏതാണ്? ബെത്വ റിവർ, കെൻ ബെത്വ എന്ന് പറഞ്ഞ 2 റിവറുകൾ കൂടിയുണ്ട്. സോ ഞാനിത് ഓർക്കുന്നത് CSB എന്ന് പറഞ്ഞിട്ടാണ്.
CSB. എന്താണ് CSBK എന്ന് പറയും? കാത്തലിക് സിറിയൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു ഓർക്കും ചിലത്. സോ എന്താണ് ആദ്യം പറയുന്നത്? നമ്മളുടെ ചെമ്പൽ റിവർ, ദെൻ സിന്ധ് റിവർ, ദെൻ മൂന്നാമത് എന്താണ്? കെൻ ബെത്വ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താ? കെൻ ബെത്വ എന്ന് പറഞ്ഞിട്ട് ഒരു റിവർ ലിങ്കിങ് പ്രൊജക്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ന്യൂസിൽ വരുമായിരുന്നു. സോ കെൻ ബെത്വ ഞാൻ എൻ്റെ ജീവിതകാലത്ത് മറക്കില്ല. ഓക്കെ, സോ CSB എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുക. എന്താണ്? ചമ്പൽ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, ദെൻ സിന്ധ് എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, ദെൻ മൂന്നാമത്തെ നദി ഏതാണ്? മൂന്നാമത്തത് കെൻ ബെത്വ എന്ന് പറയുന്ന 2 നദികളുണ്ട്. ദെൻ നമ്മൾ മുകളിൽ ഒരു നദി പഠിച്ചു, ടോൺസ് നദി നമ്മളെ പഠിച്ചു. ടോൺസ്, ലോങ്സ്റ്റ്, നീളം കൂടിയ കൈവഴി. ദെൻ ഇത് കൂടാണ്ട് കാളി റിവർ ഉണ്ട്. കാളി റിവർ പെർട്ടിക്കുലർലി ചെമ്പൽ റിവറിലേക്ക് പോകുന്നു. ബനസ് റിവർ ചെമ്പൽ റിവറിലേക്ക് പോകുന്നു. ദെൻ പാർവതി റിവർ എങ്ങടേക്ക് പോകുന്നു? ചെമ്പൽ റിവറിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഇതെല്ലാം ആരുടെ കൈവഴിയാണ്? നമ്മളുടെ യമുനയുടെ കൈവഴിയാണ്. ഓക്കെ, സോ കെൻ ബെത്വ മറക്കരുത്. കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രോജക്റ്റ്. അതായത് ഈ കെൻ എന്ന് പറയുന്ന റിവറും ബെത്വ എന്ന് പറയുന്ന റിവറും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിലെ വെള്ളങ്ങൾ പരസ്പരം യോജിപ്പിക്കുക എന്നുള്ളൊരു റിവർ ലിങ്കിങ് പ്രൊജക്റ്റ് ആണ് കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രൊജക്ട്. സോ ഇന്ത്യയിലെ എല്ലാ നദികളും ഇങ്ങനെ കണക്ട് ചെയ്യണം എന്നൊക്കെ ഒരു ആശയം അന്നത്തെ കാലത്ത് നിലനിൽക്കുന്നുണ്ടായി. ഇപ്പോഴും അത് ചർച്ചയിലുള്ളൊരു വിഷയം തന്നെയാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ? യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്ന് പുറപ്പെട്ട് അലഹബാദിൽ ജോയിൻ ചെയ്യുന്ന ആരുടെ? നമ്മളുടെ യമുനയുടെ കഥ, അല്ലെങ്കിൽ യമുനയുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ മറക്കുമോ? അപ്പോൾ ഗോദാവരിയെ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തില്ലേ? ഗോദാവരിയെ റിവൈസ് ചെയ്തു. യമുന എന്ന് പറയുന്ന ഒരു പുതിയ നദി നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ വേറെ ഏതെങ്കിലും നദി നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ നദികൾ നമ്മളുടെ ഗംഗയും ബ്രഹ്മപുത്രയും ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ന്യൂസുകളിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ പ്രധാനപ്പെട്ടത് ടോൺസ്, ചെമ്പൽ, ബെത്വ, ദെൻ ഗിരി റിവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിമാലയത്തിൽ നിന്ന്, നമ്മുടെ മുകളിൽ ഇവിടെ നിന്ന് ഒരു നദി വരുന്നുണ്ട്. ഇപ്പുറത്തെ മാപ്പിൽ ഉണ്ടാവണമല്ലോ. ഗിരി റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു റിവർ ഇവിടേക്ക് വരുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട എല്ലാ കൈവഴികളും നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ന്യൂസുകളിൽ വരുന്ന കൈവഴികൾ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ പ്രധാനപ്പെട്ട കൈവഴികൾ എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം. സിന്ധ്, കെൻ ബെത്വ, ദെൻ ടോൺസ് റിവർ ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് യമുനയുടെ കൈവഴി. ദെൻ ചില പ്രശ്നങ്ങൾ, എൻവിറോൺമെന്റൽ ചലഞ്ചസുകളായിട്ട് ഇടക്കിടക്ക് നമ്മൾ ന്യൂസുകളിൽ യമുന കുറിച്ച് കേൾക്കാറുണ്ട്. യമുന പതഞ്ഞൊഴുകുന്നു. ഏറ്റവും കൂടുതൽ പത നമ്മളുടെ യമുനയിലാണ് ഉള്ളത്. സർഫെക്സിൽ കലക്കിയാൽ പോലും ഇത്രയും പത ചില സമയങ്ങളിൽ കാണാൻ പറ്റാറില്ല. അത്രത്തോളം പതഞ്ഞാണ് യമുന ചില സമയങ്ങളിൽ ഒഴുകാറ്. സോ ഹൈലി പൊല്യൂട്ടഡ് റിവർ ഇൻ ഇന്ത്യ. ഹൈലി എന്ന് വെച്ച് ഹൈലി പൊല്യൂട്ടഡ് റിവർ, ഇറങ്ങാനായിട്ട് പറ്റില്ല ആ ഒരു റിവറിൽ. അത്രയും പൊല്യൂഷനാണ് യമുനയുടെ തീരത്തുള്ളത്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രീസ് കാരണമാണ് ഹൈലി പൊല്യൂഷൻ ആവുന്നത്. ദെൻ അവിടെയുള്ള സീവേജുകൾ, അഫ്ലുവൻസ്, ഇൻഡസ്ട്രിയൽ അഫ്ലുവൻസ്, ഇങ്ങനെ എല്ലാം കാരണമാണ് നമ്മളുടെ ഈ യമുന ഇത്രത്തോളം പൊല്യൂട്ടഡ് ആവുന്നത്. ദെൻ വേറെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്? സോ ഇത്രയും കാര്യങ്ങളാണ് യമുനയെ കുറിച്ച് ഓർക്കേണ്ടത്. ഈ പൊസിഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദെൻ ചമ്പൽ റിവറിനെ കുറിച്ച് ഓർക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചമ്പൽ റിവറിന്റെ കൈവഴികളും കൂടി പഠിക്കാം. ഓക്കെ, സോ ഞാൻ നിങ്ങളെ എന്താണ് കൂടുതൽ പിടിച്ചിരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചമ്പൽ റിവേഴ്സിന്റെ കൈവഴി കൂടി പറയാത്തത്. ഓക്കെ, സോ ചമ്പൽ റിവറിനെ കുറിച്ച് ന്യൂസിൽ വരുമ്പോൾ നമ്മൾ ചമ്പൽ റിവറിന്റെ കൈവഴി പറയും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കും യമുനയുടെ ട്രിബ്യൂട്ടറി ആണോ അല്ലയോ ചമ്പൽ റിവർ എന്നുള്ളത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ യമുന റിവർ. ദെൻ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ആദി കർമ്മ യോഗി സ്കീമിനെ കുറിച്ചിട്ടാണ്. ആദി കർമ്മയോഗി സ്കീം ഇതൊരു സിമ്പിൾ സ്കീമാണ്. നമ്മളുടെ ട്രൈബൽ മിനിസ്ട്രിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഈ ആദി കർമ്മയോഗി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്താണ് ഇവര് ഈ ആദി കർമ്മയോഗി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് ട്രൈബൽ മേഖലയിലേക്ക് ഒരു ബ്യൂറോക്രാറ്റിന് കടന്നു ചെല്ലുന്നതിന് പല പരിമിതികളും ഉണ്ട്, ഇല്ലേ? അതായത് ട്രൈബൽ മേഖലയിലേക്ക് നമ്മൾ വാക്സിനുമായിട്ട്, കോവിഡ് വാക്സിനുമായിട്ട് ഒരാൾ കടന്നു ചെല്ലുകയാണ്, നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ കടന്നു ചെല്ലുകയാണ്. അവര് കോവിഡ് വാക്സിൻ എന്താണെന്നോ കോവിഡ് എന്താണെന്നോ കേട്ടിട്ടില്ല. സോ അവർ പറയും ഞങ്ങൾക്ക് വേണ്ട, ഇവര് മറ്റേ സിറഞ്ചുമായിട്ട് ഞങ്ങളെ മതം മാറ്റാനായിട്ട് വന്നിരിക്കുന്നവരാണെന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു കളയും. അവര് നിഷ്കളങ്കരാണ്. കാരണം എന്താണ്? അവര് പുതിയ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളായിട്ടും പുതിയ ലോകത്തിന്റെ
രീതികളുമായിട്ടും പരിചയമില്ലാത്തവരാണ്. അത് അവരുടെ കുറ്റമല്ല. കാരണം അവർ ജീവിച്ചത് അങ്ങനെയാണ്, അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ആ സാഹചര്യങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവുണ്ട്. അല്ലാണ്ട് എൻ്റെ ആചാരം, എൻ്റെ കൾച്ചർ മാത്രമാണോ നല്ലത്? അല്ല, എല്ലാവരുടെ കൾച്ചറും സംരക്ഷിക്കേണ്ടതുണ്ട്. സോ ഇങ്ങനെയുള്ള ബ്യൂറോക്രാറ്റിക്കൽ ചലഞ്ചസുകൾ എന്താണ് അഡ്രസ്സ് ചെയ്യുന്നതിന് നമ്മൾ അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകളെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. സോ അവരുടെ ഇടയിലുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും. അവരുടെ ഇടയിലുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഇടയിലുള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ലിറ്ററസി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കും. കാട്ടിലെ മൂപ്പൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കില്ലേ? അതേപോലെ അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള റെസ്പോൺസീവ് ഗവർണൻസിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് റെസ്പോൺസീവ് ഗവർണൻസ്? അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ആദി കർമ്മയോഗി എന്ന് പറയുന്ന സ്കീം. ഓക്കെ, സോ ആദി കർമ്മയോഗി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. എന്താണ്? ബിൽഡ് എ കേഡർ ഓഫ് 20 lakh ട്രൈബൽ ഗ്രാസ് റൂട്ട് ഫംഗ്ഷണറീസ്. അതായത് ട്രൈബൽസിന് വേണ്ടി ട്രൈബൽസിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന 20 ലക്ഷം ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം വരുന്നത്. സോ 20 lakhs ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. 1 ലക്ഷം വില്ലേജിൽ നിന്നായിട്ട് 550 ഡിസ്ട്രിക്റ്റുകളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന 30 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികളിലും, സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയും കൂടി കൂട്ടിയിട്ട് 30 ഏരിയാസിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്കീമാണ് ഈ ആദി കർമ്മ യോഗി സ്കീം. ഓക്കെ, സോ ലോക്കൽ ലീഡർഷിപ്പിനെ ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്? സ്ട്രെങ്തൻ ലാസ്റ്റ് മൈൽ ഡെലിവറി. അതായത് സാധാരണക്കാരിലേക്ക് നമ്മളുടെ ഫിനാൻസും അല്ലെങ്കിൽ നമ്മളുടെ സ്കീമുകളും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊമോട്ട് കമ്മ്യൂണിറ്റി സെൻട്രിക് ഗവർണൻസ്. റെസ്പോൺസീവ് ഗവർണൻസ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മൾ എന്തൊക്കെയോ സ്കീമുകൾ നമ്മളുടെ ട്രൈബൽസിന് വേണ്ടിയിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടും ഷെഡ്യൂൾഡ് ട്രൈബൽസിന് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എഫിഷ്യൻസി ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടിയിട്ട് ഈ ഒരു സ്കീമിന്റെ പാർട്ടാണ്. സോ അവരെ കുറച്ചും കൂടി എംപവർ ചെയ്യിക്കുക, അവർക്ക് ലിറ്ററസി കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ദെൻ മോഡേൺ ടെക്നിക്സുകളുമായിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇവരെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അതായത് ഇവർക്ക് സാധാരണ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർക്ക് നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻസ്, വിച്ച് മീൻസ് ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആദി സേവാ കേന്ദ്ര എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എല്ലാ ട്രൈബൽ വില്ലേജേഴ്സിനും ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ദെൻ അവരെ അവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ വില്ലേജുകളിലും പഠിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ദെൻ ഒരു ട്രൈബൽ വില്ലേജ് ആക്ഷൻ പ്ലാൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ്ങുകൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണം എന്നവരെ പഠിപ്പിക്കും. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ ഇതിൽ പറയുന്ന പോലെ ആദി സഹയോഗി എന്ന് പറയുന്ന ഒരു സാധനവും ആദി സാത്തി എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസിന്റെ ഒക്കെ ഒരു വോളണ്ടിയർ ഗ്രൂപ്പിനെയാണ് ആദി സഹയോഗി എന്നും, ദെൻ അവരെ കൂട്ടായ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദി സാത്തി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക ആദി കർമ്മയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മിനിസ്ട്രി ഓഫ് ട്രൈബൽ ഡെവലപ്മെന്റ്, എല്ലാവർക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരും ട്രൈബൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത്. ദെൻ നമുക്ക് ലാസ്റ്റ് ന്യൂസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു സുദർശൻ ചക്ര. സോ സുദർശന ചക്രം, ഇന്ത്യയുടെ ഒരു പുതിയ സുദർശന ചക്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മോദിജി നമ്മളുടെ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. സോ സുദർശന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇറാനിന് അയൺ ഡോം ഉള്ളതുപോലെ തന്നെ, ഇറാനിന് അയൺ ഡോം ഉള്ളതുപോലെ തന്നെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്ത് കൊണ്ടുവരും? സുദർശന ചക്രം നമ്മൾ കൊണ്ടുവരും എന്നാണ് നമ്മളുടെ മോദിജി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയെ കറന്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് മെഷീനാണ്? ഇന്ത്യയെ കറന്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്നത്
പെർട്ടിക്കുലർലി ഏത് മെഷീനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മിസൈൽ കൂട്ടം, റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിനെ ടോട്ടലി കവർ ചെയ്യുന്ന ഒരു കൂട്ടമാണ്. എന്താണ്? S-400 ട്രയംഫ്. ഓക്കെ, ട്രയംഫിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. TRIUMF ആണ് ട്രയംഫിന്. ഓക്കെ, സോ ട്രയംഫ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ S-400 ട്രയംഫ് മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയെ മൊത്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഇന്ത്യയുടെ കറന്റ്ലി ഉള്ള ഒരു സുദർശന ചക്രമാണ് ഈ ട്രയംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിന്റെ കൗണ്ടർ പാർട്ടായിട്ട് നമ്മളുടെ അമേരിക്കയ്ക്ക് താഡ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്, താഡ്. ഓക്കെ, സോ നമ്മൾ അമേരിക്കയോട് ആദ്യം പോയിട്ട് ചോദിച്ചു നമുക്ക് താഡ് തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രൊട്ടക്റ്റീവ് സുദർശന ചക്രം പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സാധനം തന്നെ. അമേരിക്ക പറഞ്ഞു തരില്ല. നമ്മൾ നേരെ റഷ്യയുടെ അടുത്തേക്ക് പോയിട്ട് നമ്മളുടെ S-400 ട്രയംഫ് നമുക്ക് വാങ്ങിച്ചു. ഓക്കെ, സോ ട്രയംഫ് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും അമേരിക്ക പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ താട് തരാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ട, താട് വേണ്ട, നമുക്ക് S-400 ട്രയംഫ് മതി. സോ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇൻഡിജീനിയസ് ആയിട്ടുള്ള സുദർശന ചക്രങ്ങൾ, സുദർശന ചക്രയുടെ ഉദ്ദേശം എന്താണ്? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രൊട്ടക്റ്റീവ് അയൺ ഡോം പോലുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ മോദിജി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 2035 കൂടിയിട്ട് ഒരു ആക്ഷൻ പ്ലാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരാനായിട്ടുണ്ട്. സോ ഇത് ഒരു മെഷീനറി മാത്രമല്ല നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ മോഡേൺ വാർഫെയർസിന് ഒതുങ്ങുന്ന രീതിയിലുള്ള മോഡേൺ സിസ്റ്റവും നമ്മൾ സ്പേസ് ബേസ്ഡ് അസറ്റുകളും സൈബർ സെക്യൂരിറ്റി ഡിഫൻസ് അങ്ങനെ ആന്റി ഡ്രോൺ സിസ്റ്റം എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നമ്മൾ ഈ സുദർശന ചക്ര അല്ലെങ്കിൽ സുദർശന ചക്ര എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സിമിലർ ടു അയൺ ഡോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ അയൺ ഡോം എന്ന് പറയുന്ന ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സിസ്റ്റം. സോ 2035 നമ്മളിത് ക്രിയേറ്റ് ചെയ്യും എന്നാണ് മോദിജി. ഇനി ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മളൊരു എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു സുദർശന ചക്രം, ഇന്ത്യയെ മൊത്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് മിസൈലുകൾ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഡ്രോണുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യും എന്നാണ് മോദിജി പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു അനൗൺസ്മെന്റ് ഓർമ്മയിൽ വെച്ചേക്കുക. മെയിൻസ് ആൻസർ റൈറ്റിങ്ങളൊക്കെ എഴുതിക്കുമ്പോൾ, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, സോ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ യമുന, ദെൻ നമ്മളുടെ വുമൻസ് പാർട്ടിസിപ്പേഷൻ റേഷ്യോനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ടാരിഫുകളുടെ കേസസിലാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടക്കിടക്ക് നമ്മൾ പോയി ന്യൂസ് നോക്കുന്നത് എന്താണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു ബൈറ്റ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു റെസ്പോൺസ് എന്നുള്ളതാണ് ഞാൻ ഇടക്കിടക്ക് പോയിട്ട് നമ്മളുടെ DD ന്യൂസ് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്തായാലും താങ്ക് യു.